എല്ലാവർക്കും നമസ്കാരം. നമ്മൾ +1 ട്രാൻസ്ഫറിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപേക്ഷ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തിങ്കളാഴ്ച 1 മണി വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം. പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ജില്ലയ്ക്കകത്തു മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ. ജില്ലയ്ക്ക് പുറത്തേക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. നിലവിൽ എവിടെയാണോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ജില്ല, ആ ജില്ലയ്ക്കകത്ത് മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ എന്ന കാര്യമാണ്. നമ്മൾ വളരെ ശ്രദ്ധിച്ചു കൊടുക്കേണ്ട ഒരു സംഭവമാണ് ട്രാൻസ്ഫർ. കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ട്രാൻസ്ഫർ എന്ന് പറയുന്ന സംഭവം ഒരു മാറ്റമാണ്. ട്രാൻസ്ഫർ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാവൂ. ആവശ്യമുള്ള കുട്ടികൾ മാത്രമേ ട്രാൻസ്ഫർ ശ്രമിക്കാവൂ. എല്ലാവരും കൊടുക്കുന്നു, എന്നാൽ ഞാനും ഒന്ന് കൊടുത്തു കളയാന്നൊന്നും ഒരു കുട്ടിയും ചിന്തിക്കരുത്. ആവശ്യമില്ലാത്ത സ്കൂൾ കൊടുക്കരുത്. അതാ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട കാര്യം. ആവശ്യമില്ലാത്ത, നമുക്ക് ഏറ്റവും താല്പര്യമുള്ള സൗകര്യപ്രദമായിട്ടുള്ള സ്കൂളുകൾ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ചിലര് കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായ ചിലര് ഒന്ന് രണ്ട് സ്കൂൾ കൊടുക്കാനൊക്കെ തീരുമാനിച്ചിരുന്നു. പക്ഷേ ഒരു സ്കൂൾ മാത്രം കൊടുത്ത് അത് കൺഫേം ചെയ്തു. അങ്ങനെ പോകുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചതിന് ശേഷം മാത്രമേ ട്രാൻസ്ഫർ കൊടുക്കാവൂ. വളരെ ശ്രദ്ധിച്ച് കൊടുത്തില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. കാരണം ആവശ്യമില്ലാത്ത സ്കൂളിൽ കൊടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നമ്മൾ പോയിരിക്കണം. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. നേരത്തെ നമ്മളുടെ ബയോഡേറ്റ ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളും, കിട്ടിയ സ്കൂള്, ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂള്, കോഴ്സ്, എല്ലാ കാര്യങ്ങളും ഈ നമ്മുടെ HSCAP ഇപ്പം നിലവിലുണ്ട്. അപ്പൊ നമ്മൾ കൊടുക്കേണ്ടത് എവിടെ മാത്രമേ അപേക്ഷ കൊടുക്കേണ്ടതുള്ളൂ? ഈ ഓപ്ഷൻ മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ആ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതുവരെ കൊടുത്ത ഒരു ഓപ്ഷനും കൊടുക്കണമെന്നില്ല. നമ്മൾ പല സ്കൂളിലും കൊടുത്തിട്ടുണ്ടാവും, അതൊന്നും കൊടുക്കണമെന്നില്ല. ഇപ്പം നമുക്ക് എങ്ങോട്ടാണ് മാറാൻ ഉദ്ദേശിക്കുന്നത് അത് മാത്രമേ നമ്മൾ കൊടുക്കാവൂ. അപ്പം നമ്മൾ ഇതിനു വേണ്ടി നിർബന്ധമായിട്ടും ഒരു വെള്ള പേപ്പറിൽ സ്കൂൾ കോഡും കോമ്പിനേഷൻ കോഡും എഴുതി ഉണ്ടാക്കണം. ട്രാൻസ്ഫർ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂളിന്റെ കോഡ്, പിന്നെ കോഴ്സ് കോഡും. ഒന്നിൽ കൂടുതൽ സ്കൂളുകളിലേക്ക് നമുക്ക് അപേക്ഷ കൊടുക്കാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്കൂളിൽ മാത്രം മറ്റൊരു കോഴ്സിന് വേണ്ടിയിട്ട് മാത്രം അപേക്ഷ കൊടുക്കാം. അല്ല, ആ കോഴ്സിന് മറ്റൊരു കോഴ്സിന് വേണ്ടിയും കൊടുക്കാം, വേറൊരു സ്കൂളിലെ വേറൊരു കോഴ്സിനും വേണ്ടി കൊടുക്കാം. ഒരുമിച്ച് ഒരു സ്കൂളിലേക്ക് തന്നെ സയൻസും കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ഒരുമിച്ച് കൊടുക്കാം. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ വെള്ള പേപ്പറിൽ സ്കൂൾ കോഡും കോഴ്സ് കോഡും എഴുതി ഉണ്ടാക്കിയിട്ട് മാത്രമേ നമ്മൾ ചെയ്യാൻ തുടങ്ങാവൂ. കമ്പ്യൂട്ടറിൻ്റെയോ മൊബൈലിലോ മുമ്പിൽ പോയി ഇരിക്കാവൂ. അല്ലെങ്കിൽ അക്ഷയ സെന്ററിലാണ് പോകുന്നതെങ്കിൽ അങ്ങനെ പോകാവൂ. അക്ഷയ സെന്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ഈ ലിസ്റ്റ് അങ്ങോട്ട് കൊടുത്താൽ മതി. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ തന്നെ കൊമേഴ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിൽ സയൻസിലേക്ക് അപേക്ഷ കൊടുക്കാം. അല്ല, സയൻസിലാണ് ഇപ്പം നിലനിൽക്കുന്നത്, എനിക്കിത് പറ്റുന്ന പണിയല്ല, ഈ സയൻസ് എടുത്തോന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ നമുക്ക് അവിടെ തന്നെ അതേ സ്കൂളിൽ തന്നെ കൊമേഴ്സിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കാം. ചില സ്കൂളിൽ കണ്ടമാനം വേക്കൻസി ഉണ്ട്. അപ്പൊ ഈ പുതിയ ബാച്ചുകൾ അനുവദിച്ച സ്കൂളിൽ നിങ്ങൾ സ്കൂൾ വൈസ് വേക്കൻസി എടുത്തു നോക്കിയാൽ കാണാം, 48, 50, 56 സീറ്റുകളൊക്കെ അവിടെ അങ്ങനെ കിടക്കുകയാണ്. അപ്പൊ അത് ഫുള്ള് ജനറൽ കോട്ടയിലാണ് കിടക്കുന്നത്. നേരത്തെ നമ്മൾ ട്രാൻസ്ഫർ സപ്ലിമെന്ററിയുടെ സമയത്ത് നമ്മൾ കണ്ടിരുന്നു, ഈഴവ 1, മുസ്ലിം 1, പിന്നെ കുടുംബി 1, ജനറൽ 6, ഈ രീതിയിൽ കണ്ടിരുന്നു. ഇത് അങ്ങനെയൊന്നും കാണൂല, വേക്കൻസി എന്ന് മാത്രമേ കാണുള്ളൂ. അപ്പൊ ഇവിടെ HSCAP സൈറ്റിൽ സ്കൂൾ വൈസ് വേക്കൻസി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സ്കൂൾ വൈസ് വേക്കൻസി പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട്. അപ്പൊ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, നിങ്ങൾക്ക് നോക്കാതെ ഇരിക്കാം. എൻ്റെ അഭിപ്രായം എന്താന്ന് വെച്ചാല്, ഈ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാല് എല്ലാ സ്കൂളുകളും അതിൽ കാണണമെന്നില്ല. ആ ലിസ്റ്റില് എല്ലാ സ്കൂളുകളും കാണണമെന്നില്ല. ആ സ്കൂളിന്റെ പേരേ ഉണ്ടാവില്ല ചിലപ്പോ. എന്തുകൊണ്ടാ സ്കൂളിന്റെ പേരില്ലാത്തത്? സ്കൂളിന്റെ പേരില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല്, അവിടെയുള്ള സയൻസിലോ ഹ്യൂമാനിറ്റീസിനോ കൊമേഴ്സിനോ ഒരു വേക്കൻസിയും ഇല്ല. നിലവിൽ ഒരു വേക്കൻസിയും ഇല്ല എങ്കിൽ ആ സ്കൂളിന്റെ പേര് ഈ ലിസ്റ്റിൽ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഈ വേക്കൻസി നോക്കിയിട്ട് മാത്രമാവരുത് നിങ്ങൾ കൊടുക്കുന്നത്.
എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം അതാ. വേക്കൻസി നോക്കിയിട്ടല്ല ട്രാൻസ്ഫർ കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് സൗകര്യപ്രദമുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്കൂൾ ഉണ്ടെങ്കിൽ, പോകാൻ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു സ്കൂളോ കോഴ്സോ ഉണ്ടെങ്കിൽ അവിടെ വേക്കൻസി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ കൊടുക്കുക എന്നതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ കൊടുക്കാൻ വേക്കൻസി വേണ്ട. അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഈ ലിസ്റ്റ് നോക്കി അല്ല ട്രാൻസ്ഫർ കൊടുക്കേണ്ടത്. ലിസ്റ്റിൽ വേക്കൻസി ഇല്ലെങ്കിലും നിങ്ങൾ കൊടുക്കണം. കാരണം ആ സ്കൂളിൽ നിന്ന് ഒരു 3, 4, 5 പേര് ട്രാൻസ്ഫർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ട്രാൻസ്ഫർ കിട്ടിയാൽ നിങ്ങൾ ഈ വേക്കൻസി ഇല്ലാത്ത സ്കൂളിൽ കൊടുത്തവർക്ക് ഇവിടുന്ന് നേരെ അങ്ങോട്ട് കിട്ടും. അവിടുന്ന് കുറച്ച് എല്ലാം ഒരുമിച്ച് നടക്കുക. അവിടുന്ന് കുറച്ച് കുട്ടികൾ പോയി കഴിഞ്ഞാൽ അവിടെ വേക്കൻസി ആയി. ആ സമയത്ത് നിങ്ങൾ ഇവിടുന്ന് കൊടുത്തവർക്ക് പ്രവേശനം കിട്ടും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ട്രാൻസ്ഫർ കൊടുക്കുമ്പോൾ യാതൊരു കാരണവശാലും വേക്കൻസി നോക്കരുത്. താല്പര്യമുണ്ടോ കൊടുക്കുക. തൽക്കാലം ഒരു പ്രവേശനം കിട്ടിയവർക്ക് മാത്രമാണല്ലോ ഈ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അല്ലാത്തവർക്ക് ട്രാൻസ്ഫർ ഇല്ല. പ്രവേശനം കിട്ടിയവരെ സംബന്ധിച്ചിടത്തോളം എന്താ പ്രത്യേകത? അതിൽ കൂടുതൽ ബെറ്റർ ആയിട്ട് എവിടെയെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമല്ലേ ട്രാൻസ്ഫർ കൊടുക്കണ്ടൂ. അല്ലെങ്കിൽ മറ്റൊരു കോഴ്സാണ് ആഗ്രഹമെങ്കിൽ അത് കൊടുക്കാം. അല്ലാതെ കൊടുക്കരുത്. അത് വേക്കൻസി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല കൊടുക്കേണ്ടത്. നിങ്ങൾ അങ്ങ് കൊടുക്കുക, അത്ര തന്നെ. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട കാര്യം, മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ചെയ്യരുത്. പേപ്പറിൽ എഴുതി വെച്ചിട്ട് വേണം ചെയ്യാൻ. ഞാൻ വലിയ വിദഗ്ധനാണെന്നൊക്കെ ചിലർക്ക് ഭാവം ഉണ്ടാവും. അതുകൊണ്ടൊന്നും കാര്യമില്ല. 3, 4 സ്കൂളൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ അത് മനസ്സിൽ വെച്ച് പോയാൽ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് മാറിപ്പോയി. അല്ല, ഒരു സ്കൂള് മാത്രമേ കൊടുക്കുന്നുള്ളൂ, ഒരു കോഴ്സ് മാത്രമേ കൊടുക്കുന്നുള്ളെങ്കിൽ അങ്ങനെ മതി. നമുക്ക് എല്ലാം കൂടി വാരി വലിച്ചു കൊടുക്കേണ്ടതില്ല. എവിടെങ്കിലും 1, 2 സ്ഥലത്ത് അല്ലെ ഒരു കോഴ്സോ 2 കോഴ്സോ ഒക്കെ സൗകര്യപ്രദമാണ്, അവിടെ നമ്മൾക്ക് കൊടുത്താൽ മതി. എല്ലാം കൂടി കൊടുക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും താല്പര്യമുള്ളത് മാത്രം ഓപ്ഷനായിട്ട് എഴുതുക. ഇപ്പോൾ സ്കൂൾ കോഡ് എഴുതി ആദ്യം ഫസ്റ്റിൽ എനിക്ക് എൻ്റെ വീട്ടിനടുത്തുള്ള സ്കൂളിലേക്ക് സയൻസാണ് എനിക്ക് വേണ്ട. ഞാനിപ്പോൾ സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വേറൊരു സ്കൂളിൽ, ദൂരെയുള്ള സ്കൂളിൽ. അപ്പം നമ്മളെ വീട്ടിനടുത്തുള്ള സ്കൂളിൻ്റെ സ്കൂൾ കോഡ് കൊടുക്കുക. അത് 01 എന്ന് കൊടുക്കുക, ഒന്നാമത്തെ ഓപ്ഷൻ. ഇനി അതിന് താഴെ വേറെ ഏതെങ്കിലും വേണമെങ്കിൽ മാത്രം കൊടുക്കുക. ആ രീതിയിൽ എഴുതിക്കൊണ്ട് പോയി മാത്രമേ ഇത് ചെയ്യാവൂ. അക്ഷയ സെൻറ്ററുകളിൽ, മിക്കവാറും അക്ഷയ സെൻറ്ററുകളിൽ ഈ കാര്യങ്ങളൊന്നും വേണ്ടത്ര ധാരണ ഇല്ലാത്ത ആൾക്കാരാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും. അത് ശ്രദ്ധിക്കണം. അപ്പം ഞാനിത് ഈ ചെയ്യേണ്ട രീതികൾ ഒരിക്കൽ പറയാം. നമ്മൾ പിന്നെ നമ്മൾ HS ക്യാപ്പിൽ കയറി, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇപ്പോൾ HS ക്യാപ്പിൽ കയറി, നമ്മൾ HS ക്യാപ്പിൽ കയറിയിട്ട് നമ്മൾ കാൻഡേസ് ലോഗിനിൽ ക്ലിക്ക് ചെയ്തു. കാൻഡേസ് ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ പുതിയ ഇൻ്റർഫേസിലേക്ക് വരും. അവിടെ നമ്മൾ അപ്ലിക്കേഷൻ നമ്പർ, പിന്നെ പാസ്വേഡ്, ജില്ല, നമ്മളെ ജില്ല ഇവ കൊടുത്തു കഴിയുമ്പോൾ, പഠിച്ചുകൊണ്ടിരിക്കുന്ന ജില്ല കൊടുത്തു കഴിയുമ്പോൾ കൊടുത്തിട്ട് അവിടെ താഴെ ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ പേജിലേക്ക് എത്തും. അവിടെ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും കാണാം. ആ പേജിൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കാണാം. അതിന് താഴെ അപ്ലൈ ഫോർ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന് കാണാം. അതിൻ്റെ താഴെ അപ്ലൈ ഫോർ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന് കാണാം. ആ കാണുന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. പുതിയ പേജിൽ നിലവിൽ നിങ്ങൾ കിട്ടിയ സ്കൂള്, കോഴ്സ് എന്നിവ അവിടെ കാണാം. അതായത് നിലവിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂള്, നിങ്ങൾ അവിടെ ഏത് കോഴ്സിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിവ അവിടെ കാണാവുന്നതാണ്. അതിന് താഴെ, അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ട്രാൻസ്ഫർ ഓപ്ഷൻ എൻട്രി കാണാം. ട്രാൻസ്ഫർ ഓപ്ഷൻ എൻട്രി, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്കൂൾ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ നമ്മൾ ഒന്നാമത് ആഗ്രഹിക്കുന്ന സ്കൂൾ നമുക്കറിയാം, ആ സ്കൂൾ കോഡ് നമുക്കറിയാം, അത് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒന്നാമത്തെ സ്കൂൾ കോഡ് നമ്മൾ ടൈപ്പ് ചെയ്യും. അങ്ങനെ അടിക്കുമ്പോൾ അവിടെ ആ സ്കൂളിലെ കോഴ്സുകളൊക്കെ വരും. ആ സ്കൂളിലുള്ള കോഴ്സുകളൊക്കെ വന്നാൽ ഏത് കോഴ്സാണെന്ന് നമ്മൾ അവിടെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സബ്മിറ്റ് ചെയ്യാം. അതിൻ്റെ ഒരു സബ്മിറ്റ് ഓപ്ഷൻ സബ്മിറ്റ് ഓപ്ഷൻ ഉണ്ട്. ആ സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ പേജിൽ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ ഈ കൊടുത്തത് വന്നതായിട്ട് നമുക്ക് കാണാം. ഇനി അടുത്ത സ്കൂൾ കോഡ്
അതേ സ്കൂൾ തന്നെ, ഇപ്പൊ ഒരു സ്കൂളിൽ തന്നെ കുട്ടികൾ ശ്രദ്ധിക്കുക, ഒരു സ്കൂളിൽ തന്നെ, നമ്മുടെ വീട്ടിനടുത്തുള്ള സ്കൂളിൽ തന്നെ നമുക്ക് കൊമേഴ്സും ഹ്യൂമാനിറ്റീസും കൂടെ കൊടുക്കാം. വീട്ടിനടുത്ത് മതി, അത് ഹ്യൂമാനിറ്റീസ് ആയാലും കുഴപ്പമില്ല, കൊമേഴ്സ് ആയാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന കുട്ടികളുണ്ട്. അതേ സ്കൂളിൽ ഇപ്പൊ ആദ്യത്തെ സ്കൂളിൽ നമ്മൾ ഹ്യൂമാനിറ്റീസ് കൊടുത്തു, സോറി കൊമേഴ്സ് കൊടുത്തു ഫസ്റ്റ് ഓപ്ഷൻ എന്ന് വിചാരിക്കാം. ഇനി അവിടെ ഹ്യൂമാനിറ്റീസ് ആയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും അതേ സ്കൂൾ കോഡ് തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. അതേ സ്കൂൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും അവിടുത്തെ കോഴ്സുകളുടെ ലിസ്റ്റ് വരുന്നു. അതിൽ നമ്മൾ ഹ്യൂമാനിറ്റീസ് സെലക്ട് ചെയ്യുന്നു. വീണ്ടും സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ രണ്ടാമത്തെ സബ്മിറ്റ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്തു. അപ്പൊ നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ അവിടെ വന്നതായിട്ട്, ഇപ്പൊ കൊടുത്തത് വന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ, ഇനി ഏതെങ്കിലും സ്കൂൾ കൊടുക്കാനുണ്ടെങ്കിൽ അടുത്ത സ്കൂൾ കോഡ് കൊടുക്കുക, കോഴ്സ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക, അവിടെ സബ്മിറ്റ് ചെയ്യുക. ആ രീതിയിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു സ്കൂളിൽ തന്നെ പിന്നെ 2 or 3 ഓപ്ഷൻ കൊടുക്കാം. ഇപ്പോൾ ഒരു സ്കൂളിൽ, നമ്മളിപ്പോൾ ഒരു സ്കൂളിൽ പിന്നെ ഹ്യൂമാനിറ്റി അല്ല കൊമേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള സ്കൂളിൽ ചില കുട്ടികൾക്ക് അങ്ങനെ ഉണ്ട്, സ്കൂളിൽ ഇന്നത് മതി, എനിക്ക് അവിടെ എന്ത് പഠിച്ചാലും കുഴപ്പമില്ല, ഞാൻ ആ സ്കൂളിലേ പോകുന്നുള്ളൂ എന്ന് ചിന്തിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ സയൻസ് വേണേൽ കൊടുക്കാം, ഹ്യൂമാനിറ്റീസ് കൊടുക്കാം, കൊമേഴ്സും കൊടുക്കാം, എല്ലാം കൊടുക്കാം. അവിടെ അവിടെ എത്രത്തോളം ഉണ്ടോ അതിലേക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ കൊടുക്കാം എന്ന കാര്യം നമ്മൾ ചിന്തിക്കുക. വളരെ ആവശ്യമുള്ളത് മാത്രമേ കൊടുക്കാവൂ. എന്നിട്ട് നമ്മൾ ഈ കൊടുത്തതിന് ശേഷം, ഇതെല്ലാം ഓരോന്നും നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ചെക്ക് ചെയ്ത് കൊടുത്തതൊക്കെ കറക്റ്റാണോ, അത് ഏതെങ്കിലും ഒരു സ്കൂൾ കോഡോ കോഴ്സ് കോഡോ ഒക്കെ മാറിപ്പോയാൽ സംഭവപ്പെട്ടു, മാറിപ്പോയാൽ നമുക്ക് അവിടെ ട്രാൻസ്ഫർ കിട്ടുകയും ചെയ്യും. വേറെ ഏതെങ്കിലും ദൂര സ്ഥലത്താണെങ്കിൽ നമുക്ക് അവിടെ പോകാനും പറ്റില്ല. പിന്നെ എല്ലാം കൂടെ മേടിച്ച് TC ഒക്കെ മേടിച്ച് നമ്മൾ വേറെ എവിടെയും പ്രൈവറ്റിലൊക്കെ പോയി ചേരേണ്ട അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തും. അപ്പോൾ വീണ്ടും ചെക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ താഴെ ഇതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏറ്റവും അതിൻ്റെയൊക്കെ താഴെ ഓപ്ഷൻ കൊടുത്തതിൻ്റെ താഴെ നമുക്ക് ഒരു ഡിക്ലറേഷൻ ഉണ്ട്. ആ ഡിക്ലറേഷൻ ടിക്ക് ചെയ്ത് താഴെ ട്രാൻസ്ഫർ എൻട്രി കൺഫർമേഷൻ കാണാം. അതാണ് ഫൈനൽ സബ്മിഷൻ. ആ ട്രാൻസ്ഫർ എൻട്രി കൺഫർമേഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്കൊരു ഓക്കെ ബട്ടൺ കാണാം. ആ ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ എന്തായി, ഫൈനൽ സബ്മിഷൻ നടത്തി കഴിഞ്ഞു. അപ്പം നമ്മൾ ഈ പിന്നെ നമുക്കിത് സ്വന്തമായി ചെയ്യാൻ ഒരു ചെറിയ ശങ്ക ഉണ്ടെങ്കിൽ, സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും സ്വന്തമായിട്ട് ചെയ്യരുത്. അത് ഇതുപോലെ അക്ഷയ സെൻറ്ററിലോ കാര്യങ്ങൾ നല്ല ധാരണയുള്ള ചില ഇൻ്റർനെറ്റ് കഫേകളൊക്കെ ഉണ്ട്, വളരെ നല്ല ധാരണ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നല്ല ധാരണയുള്ള ചെറുപ്പക്കാരിയിരിക്കുന്ന സെൻറ്ററുകളുണ്ട്. അത്തരം സെൻറ്ററുകളിലാണ് നമ്മൾ പോകേണ്ടത്. അക്ഷയയിൽ തന്നെ പോകണമെന്ന് ഇല്ല. അക്ഷയയിലുള്ള ആൾക്കാർക്ക് ധാരണ, പലർക്കും ഒരുപാട് പരാതികൾ വരുന്നുണ്ട് അക്ഷയ സെൻറ്ററിലെ ആൾക്കാർ. ചിലർ പറയും ഒറ്റ സ്കൂള് മാത്രമേ കൊടുക്കാൻ കഴിഞ്ഞ വർഷം ഉണ്ടായതാട്ടോ, ഒരു സ്കൂള് മാത്രമേ കൊടുക്കാവൂ എന്ന് പറയുന്നവരുണ്ട്, ഒറ്റ ഓപ്ഷൻ മാത്രമേ കൊടുക്കുക എന്ന് പറയുന്ന അക്ഷയ സെൻറ്ററുകാരുണ്ട്. ഇതൊന്നും അല്ല ശരി. സ്കൂള് നിങ്ങൾക്ക് 2 or 3 or 4 സ്കൂള്, 20 സ്കൂളും കൊടുക്കാമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്താ പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞാൽ അത് നമുക്ക് ട്രാൻസ്ഫർ പറ്റിയാൽ പോകാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലം തന്നെയായിരിക്കും. അപ്പം നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള എത്ര സ്കൂൾ വേണമെങ്കിലും കൊടുക്കാം, അവിടെ എത്ര കോഴ്സ് വേണമെങ്കിലും കൊടുക്കാം എന്ന കാര്യവും നമ്മൾ തിരിച്ചറിയണം. എല്ലാം നമ്മൾ മനസ്സിലാക്കണം. കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ ചെയ്യാൻ ഒരു ധാരണക്കുറവുണ്ടെങ്കിലും നമ്മൾ കാര്യങ്ങളെപ്പറ്റിയും പൂർണ്ണമായിട്ടുള്ള ധാരണ നമുക്കുണ്ടായിരിക്കണം. ഒരു സംശയം ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഇപ്പം ഇതുപോലെ സെൻറ്ററുകളിൽ, അക്ഷയ സെൻറ്ററിലോ കമ്പ്യൂട്ടർ സെൻറ്ററിലോ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ള പേപ്പറിൽ എഴുതി വെച്ച ഓപ്ഷൻ അങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ ഒരു സംശയമില്ലാതെ കാര്യങ്ങൾ നടക്കും. അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം. ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, വേക്കൻസി ഉള്ളിടത്തോ ഇല്ലാത്തോ നിങ്ങളെ ട്രാൻസ്ഫർ കൊടുക്കുന്നതിന് തടസ്സമല്ല. വേക്കൻസി നോക്കിയിട്ടല്ല നിങ്ങൾ ട്രാൻസ്ഫർ കൊടുക്കേണ്ടത്. നിങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടി വേക്കൻസി ലിസ്റ്റ് നിങ്ങൾ പരിശോധിച്ചോളൂ, അത് കുഴപ്പമില്ല. പക്ഷേ ട്രാൻസ്ഫർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾ കൊടുക്കുക. അവിടെ വേക്കൻസി ഉണ്ട് പോലും വേക്കൻസി ഇല്ല പോലും അത് നിങ്ങൾ നോക്കണ്ട. കിട്ടിയാൽ കിട്ടട്ടെ എന്ന് മാത്രം ചിന്തിച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നമുക്ക് ഉറപ്പായിട്ടും, പിന്നെ കഴിഞ്ഞ കൊല്ലത്തെ പോലെയല്ല, ഒരുപാട് സൗകര്യങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ സർക്കുലറിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നു, ജില്ലയ്ക്കകത്ത് പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ജില്ലയ്ക്കകത്ത്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ജില്ലയ്ക്കകത്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ നമ്മൾ ജില്ലയ്ക്ക് പുറത്തേക്ക് പറ്റില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. കഴിഞ്ഞ ആ, വർഷമൊക്കെ സംഭവം ഇങ്ങനെ പലർക്കും പല സെൻറ്ററുകളിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ചെയ്ത് തെറ്റിപ്പോയവരുണ്ട്. അത് അത്തരത്തിലുള്ള അവസ്ഥകൾ നമുക്ക് ഉണ്ടാവരുത് എന്നാണ് എനിക്ക് പറയാനുണ്ട്. ട്രാൻസ്ഫർ കിട്ടിയില്ലേ കിട്ടിയില്ല, ഇതിലും മോശം സ്കൂളിലേക്ക് അല്ലെങ്കിൽ ദുരിതമുള്ള സ്കൂളിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ കിട്ടിപ്പോകരുത്, നമ്മളുടെ ഒരു അശ്രദ്ധ കൊണ്ട്. അതാണ് നമ്മൾ പ്രത്യേകമായിട്ട് പറയുന്നത്. ഉം, വേറെ കാര്യങ്ങൾ എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കൊടുക്കുക. ട്രാൻസ്ഫർ കിട്ടട്ടെ, പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ. ഇപ്പോൾ തിങ്കളാഴ്ച വൈകിട്ട് ട്രാൻസ്ഫർ ആയാൽ ഏകദേശം ആ, ബുധനാഴ്ചയോടുകൂടി തന്നെ മിക്കവാറും ട്രാൻസ്ഫർ, ബുധനാഴ്ച ചൊവ്വാഴ്ച വൈകിട്ട് തന്നെ ട്രാൻസ്ഫർ വരും എന്നാണ്, ചൊവ്വാഴ്ച വരാനാണ് സാധ്യത. പിന്നെ അധികം സമയമൊന്നും വേണ്ട. കാരണം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണി വരെ സമയമുള്ളൂ. അതൊരു പക്ഷേ ചൊവ്വാഴ്ച തന്നെ ഈ പിന്നെ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകമായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ 7200 സീറ്റുകൾ അനുവദിച്ചിട്ടുണ്ട്. ആ സീറ്റുകൾ കൂടി ഈ ട്രാൻസ്ഫറിലേക്ക് വന്നിട്ടുണ്ട്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ഈ 4 ജില്ലകളിൽ 7200 സീറ്റുകൾ അനുവദിച്ചിട്ടുണ്ട്. ആ സീറ്റുകളും ഈ ട്രാൻസ്ഫർ അലോട്ട്മെന്റിൽ പരിഗണിക്കുന്നുണ്ട് എന്നത് വലിയൊരു കാര്യമാണ്. വലിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം എല്ലാം കഴിഞ്ഞിട്ടാണ് ട്രാൻസ്ഫർ. ഫസ്റ്റ് സപ്ലിമെന്ററി, സെക്കൻഡ് സപ്ലിമെന്ററി കഴിഞ്ഞിട്ടായിരുന്നു ട്രാൻസ്ഫർ നടന്നത്. എന്നാൽ ഈ വർഷം അങ്ങനെയല്ല, സെക്കൻഡ് സപ്ലിമെന്ററിക്ക് മുമ്പ് ട്രാൻസ്ഫർ നടക്കുന്നു. അതുകൊണ്ട് തന്നെ സ്കൂളുകളിൽ അത്യാവശ്യം നന്നായിട്ട് വേക്കൻസി ഉണ്ട്. അതുകൊണ്ട് ഒരു അപേക്ഷിക്കുന്ന 60% പേർക്കും എങ്കിലും കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും നന്ദി, നമസ്കാരം.